സംഘിണി, ചാണകം തീനി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവർ ഇൻസൾട്ട് ചെയ്തു. ബട്ട് ഐ ജസ്റ്റ് കെപ്റ്റ് മൈ കൂൾ. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, കുറേ പേര് വന്ന് നിൽക്കുന്നുണ്ട്, ഒരാളുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞു, എന്താണ് 2 പൊറോട്ടയും ബീഫും അവരുടെ അണ്ണാക്കിലേക്ക് കുത്തി ഇറക്കി കൊടുത്താൽ തീരാവുന്ന ചൊറിച്ചിലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഇദ്ദേഹം, ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് കടയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത്? നിങ്ങളെ തന്നെയല്ലേ CPM തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത്? അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ? അത്രയല്ലേ ഞാൻ ചോദിച്ചു. അല്ല ഡിവൈഎഫ്ഐക്കാര, നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ള അവസ്ഥ. നിങ്ങളുടെ മൂത്താപ്പനല്ലേ കഴിഞ്ഞ വട്ടം പറഞ്ഞിരുന്നത് ഈ ഫുഡ് സേഫ്റ്റിയും എന്താ പറയാ ഈ പകർച്ചവ്യാധികളൊക്കെ പറ്റി ഘോരം പ്രസംഗിച്ചിരുന്നത് അല്ലേ? ഞാൻ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് ഉണ്ടാക്കിയ ഫുഡ്, അവിടേക്ക് മാത്രം ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുണ്ടാക്കിയ ഫുഡ് വരെ സ്റ്റോപ്പ് ചെയ്തിട്ടല്ലേ നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അതേ വയനാട്ടിലോട്ട് അവിടെ പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ തട്ടുകടക്കും നിങ്ങൾ അതൊക്കെ ചിന്തിക്കണ്ടേ? അവിടേക്ക് വേണ്ട എന്താ പറയുക, അവിടെ ലൈസൻസ് വേണം, അവിടേക്ക് വേണ്ട ഹൈജീനും കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കണം. അതൊക്കെ അങ്ങനെയല്ലേ വേണ്ട? അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ പൈസ വെച്ചിട്ടല്ലേ നമ്മൾ വയനാട്ടിലോട്ട് വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പം ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ ആരോഗ്യം കൂടെ നമ്മൾ ആലോചിക്കണ്ടേ? നിങ്ങൾ ഭരിക്കുന്ന സ്ഥലം, നിങ്ങൾ ഭരിക്കുന്ന നാട്, നിങ്ങളുടെ എന്താ പറയുക മുത്തപ്പൻ, നമ്മുടെ മുഖ്യമന്ത്രി, ഒരു ലൈസൻസ് കിട്ടാനൊക്കെ സിമ്പിളല്ലേ? അതിനുള്ള ലൈസൻസ് എന്നൊന്നും പറയുന്നില്ല, എന്തെങ്കിലും ഒരു താൽക്കാലിക ഒരു ഇത് വാങ്ങിച്ചെടുത്തൂടായിരുന്നു. അപ്പം പിന്നെ ഈ പ്രശ്നങ്ങൾ വരുന്നില്ലല്ലോ. ഇത്രയും ആൾക്കാർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം മറ്റേ മുസ്ലിം ലീഗിൻ്റെ ഒട്ടുപുര അടപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക വാചാലനായിരുന്നു ഈ ഫുഡ് സേഫ്റ്റിനൊക്കെ പറ്റി. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കുന്ന ഫുഡ് നന്നാവുമെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ കഴിച്ച് അങ്ങോട്ട് എത്തുന്ന പൈസയുടെ ഫുഡും നന്നാവണ്ടേ? അതല്ല അതിൻ്റെ ഒരു സ്ഥിതി. അതല്ലാണ്ട് ഞങ്ങൾ ഭരിക്കുന്ന സ്ഥലമാണ്, ഞങ്ങൾക്ക് ഇവിടെ എന്ത് മറ്റേ ഇതും കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? നിങ്ങൾ നടന്ന് തൂറുമോ? നിങ്ങൾ ഭരിക്കുന്ന സ്ഥലമാണിതെന്ന് ധരിച്ചിട്ട്? നിങ്ങളെ പറ്റി റിയലൈസ് ചെയ്തിട്ടില്ല ഇത്രയും കാലമായിട്ട്? നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളെ പറ്റി നിങ്ങൾ ഈ പാർട്ടിക്കാർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇവരെ കണ്ടിട്ടൊരു ഭിക്ഷക്കാരിയാൻ തോന്നുന്നില്ല, ഇവരൊന്നും ചോദിച്ചില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ ദോശ ചുടുന്ന അതിൽ എന്നെ ഇരുത്തിയാൽ തീരുന്നതേ ഉള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, പറയാമെന്നത് അസഭ്യമായിരിക്കാം, എൻ്റെ ചന്തി മാത്രമായിട്ട് ചുട്ടെടുക്കരുത്, എനിക്ക് കിടക്കാനും ഇരിക്കാനും പറ്റില്ല. ചുടുവാണെങ്കിൽ എന്നെ ഒറ്റയടിക്ക് ചുട്ടുകൊന്നിരിക്കണം, ഒരു പേഴ്സൺ ജീവൻ പോലും ബാക്കി വെച്ചാൽ ശക്തമായി ഞാൻ പ്രതികരിച്ചിരിക്കും. പിന്നെ ഇപ്പറഞ്ഞ ഒരു കൗൺസിലർ ഉണ്ടല്ലോ, ഇപ്പറഞ്ഞ കൗൺസിലർ അവിടെ വന്ന് പറഞ്ഞ കാര്യം ഇതാണെങ്കിലും കൗൺസിലറുടെ ഉള്ളിൽ അവിടെ അങ്ങോട്ട് നന്നാക്കാനുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാൻ കാരണം ഇപ്പറഞ്ഞ സ്ഥലങ്ങളിൽ എന്നും രാത്രിയും ഈ പറഞ്ഞ എറണാകുളം പറഞ്ഞ ആ ഒരു വഴിയുണ്ടല്ലോ, അവിടെ ഇഷ്ടം പോലെ തട്ടുകടകൾ ഡെയിലി ഒരു ലൈസൻസ് ഒരു കുന്തും കോപ്പും ഇല്ലാണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊന്നും ഇല്ലാത്ത ആവേശം ഇപ്പം കാണിച്ചത് അതൊരു രാഷ്ട്രീയ ഇടപെടലാണ്, അത് സത്യം. പക്ഷേ ഈ നിങ്ങൾ കാണിക്കുന്നതും ഇത് തന്നെ, ഇവര് കാണിക്കുന്നതും ഇത് തന്നെ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അപ്പം അവർ കാണിച്ചത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മനഃശുദ്ധി കൊണ്ട് വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഡെയിലി രാത്രി അവിടെ ഇറങ്ങി നിന്നിട്ട് അവിടെ ഇറങ്ങുന്ന കംപ്ലീറ്റ് കടക്കാരെയും പൂട്ടിക്കണം. അത് ഇതുവരെ പറ്റിയിട്ടുണ്ടാവില്ല, അതിട്ട് പറ്റാനും പോകുന്നില്ല. പക്ഷെ ഇവിടെ ആകുമ്പം നമുക്കൊരു രാഷ്ട്രീയ ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പേരും കിട്ടും. നമ്മൾ എന്താണെങ്കിലും വളർന്നു വരുന്ന ഒരു BJP പ്രവർത്തകല്ലേ, അവരോട് നിങ്ങൾ മറ്റേ പൊറാട്ടയും ബീഫും വായിൽ കുത്തിക്കയറ്റ, പക്ഷേ അതൊക്കെ മോശമല്ലേ? അവർ ബീഫ് കഴിക്കില്ല, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അവർക്ക് നിങ്ങൾ വല്ല സാമ്പാറും ദോശയൊക്കെ കൊടുത്താൽ പോരെ. പിന്നെ അവരെ പിടിച്ച് മറ്റേ എന്താ പറയുക ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞു, അസഭ്യമാണെങ്കിൽ ഞാൻ പറയട്ടെ, എൻ്റെ ചന്തി മാത്രം കരിഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല, എന്നെ മൊത്തം കരിക്കണമെന്ന് അവർ തന്നെ പറയുകയും ചെയ്തു. അപ്പം രണ്ടു കൂട്ടരും നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ്. എന്തായാലും ഇതിനൊക്കെ ഒരു ബേസ് വന്നത് ആ പാവപ്പെട്ട വയനാട്ടിലെ ആൾക്കാരായതുകൊണ്ട് ആരും പ്രത്യേകിച്ചൊന്നും ഒരുപാട് നിങ്ങളെ രണ്ടു കൂട്ടരും പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ നിങ്ങൾ രണ്ടു കൂട്ടരും കാണിക്കുന്ന ഈ പൊതിച്ചോറ് പരിപാടിയും ഈ എന്താ പറയുക ലൈസൻസിൻ്റെ പരിപാടിയും ഇവർ ആക്കുന്നതും എല്ലാം പക്ക ശുദ്ധ തറ എന്താ പറയുക രാഷ്ട്രീയ ഇടപെടലാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്നെ ചിന്തിക്കുക. കഷ്ടം, നിങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ ഇന്ത്യ ഭരിക്കുന്നതും കേരളം ഭരിക്കുന്നതും.